സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തു. മേജർ രവിക്കെതിരെ നടപടിയെടുക്കണമെന്ന് പരാതി. മുണ്ടക്കൈ ദുരിതബാധിത പ്രദേശം സന്ദർശിക്കാനെത്തിയ മേജർ രവി സൈനിക യൂണിഫോം ഉപയോഗിച്ചതിനെതിരെ പരാതി. ഡിഫൻസ് സർവീസ് റെഗുലേഷൻ പ്രകാരം സൈന്യത്തിൽ നിന്നും വിരമിച്ചയാൾ സൈനിക യൂണിഫോം ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്നും മേജർ രവി സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തുവെന്നുമാണ് പരാതി. സൈന്യത്തിൽ നിന്നും വിരമിച്ച ആർ അരുൺ എന്നയാളാണ് പരാതി നൽകിയത്. കെട്ടിടത്തിൽ നിന്നും വിദ്യാർത്ഥിനി വീണ് മരിച്ച സംഭവം. സഹപാഠി അറസ്റ്റിൽ. കെട്ടിടത്തിൽ നിന്ന് വീണ് 21 വയസ്സുകാരിയായ MBBS വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സഹപാഠി അറസ്റ്റിൽ. യുവാവ് പെൺകുട്ടിയെ തള്ളിയിട്ടതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. മഹാരാഷ്ട്രയിൽ കൃഷ്ണ വിശ്വ വിദ്യാലയത്തിൽ MBBS വിദ്യാർത്ഥിനിയായിരുന്നു പെൺകുട്ടി. ഒപ്പം പഠിച്ചിരുന്ന ധ്രുവ് ചിക്കാര എന്ന യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും പിന്നീട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതായും പോലീസ് കണ്ടെത്തി. മഹാരാഷ്ട്രയിലെ സതാറയിൽ പെൺകുട്ടി താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീണാണ് പെൺകുട്ടി മരിച്ചത്. സംഭവ ദിവസം യുവാവും അവിടെ എത്തിയിരുന്നതായും ഇരുവരും തമ്മിൽ തർക്കവും വാഗ്വാദവും ഉണ്ടായതായും പോലീസ് പറഞ്ഞു. ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം. 39 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയതിന് സംസ്ഥാനത്ത് ഇതുവരെ 39 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രചാരണം നടത്തിയ 279 സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ കണ്ടെത്തി. ഇവ നീക്കം ചെയ്യാൻ നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ രീതിയിൽ പ്രചാരണം നടന്നത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥി കമലാ ഹാരിസ് തന്നെ. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വൈസ് പ്രസിഡന്റും ഇൻഡോ ആഫ്രിക്കൻ വംശജയുമായ കമലാ ഹാരിസ് തെരഞ്ഞെടുക്കപ്പെട്ടു. പാർട്ടിയിൽ നടത്തിയ ഡെലിഗേറ്റ് വോട്ടെടുപ്പിൽ മതിയായ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടെ നവംബർ 5 നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ 59-കാരിയായ കമലാ ഹാരിസ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ US പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനെ നേരിടും. കമലാ ഹാരിസിന്റെ പേര് നിർദ്ദേശിച്ച ശേഷമാണ് ജോ ബൈഡൻ 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയത്. ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയമുണർന്ന സാഹചര്യത്തിലായിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡന്റെ തീരുമാനം എത്തിയത്. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിനില്ല. വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാനൊരുങ്ങി സർക്കാർ. പൊതുവിദ്യാലയങ്ങളിൽ 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയ നടപടി റദ്ദാക്കിയ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകില്ല. നേരത്തെ പുറത്തിറക്കിയ വിദ്യാഭ്യാസ കലണ്ടർ കോടതി വിധി പാലിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ പരിഷ്കരിക്കും. 220 പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് അധിക ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പഠനാനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര സമയം അനുവദിക്കാത്തതാണ് കലണ്ടർ എന്നായിരുന്നു സംഘടനകളുടെയും മറ്റും ആക്ഷേപം. ഇതാണ് കോടതിയും നിരീക്ഷിച്ചത്. ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ പാകം ചെയ്തതടക്കം ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യമില്ലെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ്. വയനാട്ടിലെ ദുരന്ത മേഖലയായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലേക്ക് പാകം ചെയ്ത ഭക്ഷണങ്ങളോ ഭക്ഷണ പദാർത്ഥങ്ങളോ കൊണ്ടുവരേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന വോളണ്ടിയർമാർക്കും സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള അംഗങ്ങൾക്കും ഭക്ഷണം മേപ്പാടിയിലെ പൊതുവായ അടുക്കളയിലാണ് തയ്യാറാക്കുന്നത്. ഇവിടെ നിന്നും ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ ചൂരൽമലയിൽ ഒരുക്കിയിട്ടുള്ള ഫുഡ് സെന്ററിൽ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥൻ മുഖാന്തരമാണ് നൽകുക. പ്രസ്തുത സാഹചര്യത്തിൽ ദുരന്ത പ്രദേശം ഉൾപ്പെടുന്ന വിവിധ സോണുകളിലേക്ക് നേരിട്ട് ഭക്ഷണം എത്തിക്കാൻ ആരും ശ്രമിക്കരുത്. അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണമെന്നും കളക്ടർ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന ശരിയായ നടപടി. സുധാകരന്റെ പരാമർശം തന്നെ പറ്റിയല്ല രമേശ് ചെന്നിത്തല. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയത് ശരിയായ നടപടിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമായതിനാലാണ് 1 മാസത്തെ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതിനെ KPCC അധ്യക്ഷൻ K സുധാകരൻ വിമർശിച്ചിരുന്നു. സർക്കാരിന് സംഭാവന നൽകണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നും ഇടതുപക്ഷത്തിന് പണം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുമായിരുന്നു സുധാകരന്റെ പ്രസ്താവന. സംഭാവന നൽകാൻ കോൺഗ്രസിന്റേതായ ഫോറങ്ങളുണ്ട്. അതിലൂടെ സംഭാവന നൽകുകയായിരുന്നു വേണ്ടതെന്നും സുധാകരൻ പറഞ്ഞിരുന്നു.
എന്നാൽ സുധാകരനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും തന്നെപ്പറ്റി യാതൊരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ദൗത്യം അതീവ ദുഷ്കരം. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. തിരച്ചിൽ അതീവ ദുഷ്കരമായതോടെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ട പ്രദേശങ്ങളിലെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. നാളെയും മേഖലകൾ തിരച്ചിലിന് വിധേയമാക്കുമെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു. മണ്ണുമാന്തി യന്ത്രമടക്കം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിട്ടും മൃതദേഹങ്ങളോ മനുഷ്യ സാന്നിധ്യമോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം മേഖലയിൽ ഇപ്പോഴും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ മേഖലയിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമെന്ന ആശങ്കയും രക്ഷാപ്രവർത്തകർക്കിടയിലുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് പ്രദേശത്ത് നിന്ന് മാറണമെന്ന് ആളുകൾക്ക് നിർദ്ദേശം നൽകി. നാളെ രാവിലെ 7 മണിക്ക് ദൗത്യം പുനരാരംഭിക്കും. നിയന്ത്രണം വിട്ട വാൻ സിറ്റൌട്ടിലേക്ക് ഇടിച്ചു കയറി. സിറ്റൌട്ടിലിരുന്ന അയൽവാസിക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ടയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വീട്ടിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. കുലശേഖരപതി സ്വദേശി ഉബൈദുള്ളയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ഉബൈദുള്ളയുടെ സുഹൃത്ത് അയൂബ് ഖാന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് അപകടം നടന്നത്. നിയന്ത്രണം വിട്ട വാൻ ഗേറ്റ് തകർത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിലിടിച്ചു. കാറിനും ഭിത്തിക്കും ഇടയിൽപ്പെട്ടാണ് ഉബൈദുള്ള മരിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത്. അപകട സമയം വീട്ടിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. 2 പേർ പെട്ടെന്ന് ഓടി മാറി. എന്നാൽ ഉബൈദുള്ളയ്ക്ക് പെട്ടെന്ന് ഓടി മാറാൻ സാധിച്ചില്ല. തുടർന്ന് ഗുരുതര പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. വേണം പുതിയ ഡാം. കേന്ദ്ര സർക്കാർ യോഗം വിളിക്കണം. മുല്ലപ്പെരിയാർ ആശങ്ക ഇല്ലാതാക്കണം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ യോഗം വിളിക്കണമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിച്ച് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ്, കേരളം, തമിഴ്നാട് സർക്കാരുകളുടെ യോഗം വിളിച്ച് തീരുമാനമെടുക്കണമെന്ന് കെ ഫ്രാൻസിസ് ജോർജ് എം പി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി ചർച്ച നടത്തി. അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന തീവ്രമഴയും അതേ തുടർന്നുണ്ടാകുന്ന ദുരന്തങ്ങളും പതിവായിരിക്കെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നത് അതീവ ഗൗരവത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണേണ്ടിയിരിക്കുന്നുവെന്ന് കെ ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്ന ആവശ്യം സുരക്ഷയെ പ്രതി കേരളം വളരെ വർഷങ്ങളായി ഉന്നയിക്കുന്നതാണ്. ഇത് സംബന്ധിച്ച് തമിഴ്നാടിന് ഒരാശങ്കയുടെയും കാര്യമില്ല. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.